സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ അനുമതി. 13 സബ്സിഡി സാധനങ്ങളുടെ വിലയാണ് വർദ്ധിപ്പിക്കുന്നത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാടുണ്ട്. കമലേഷ്, ഏതൊക്കെ സാധനങ്ങളുടെ സബ്സിഡി വിലയാണ് വർദ്ധിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, LDF സർക്കാർ അധികാരമേൽക്കുന്ന ഘട്ടത്തിൽ തന്നെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന അവശ്യ സാധനങ്ങളുടെ വിലയിൽ ഒരു പൈസ പോലും വർദ്ധിപ്പിക്കില്ല എന്നുള്ളതാണ്. ഈ നിമിഷം വരെ അല്ലെങ്കിൽ ഈ ദിവസം വരെ അത്തരത്തിലൊരു വില വർധന ഉണ്ടായിട്ടുമില്ല. പക്ഷെ നിലവിലെ സപ്ലൈകോയുടെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ബജറ്റിലടക്കം സപ്ലൈകോയ്ക്ക് അർഹമായ ഒരു പരിഗണന ലഭിച്ചില്ല എന്ന പരാതി CPIയുടെ മന്ത്രിമാർ ഉയർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഒരു 70 കോടി രൂപ ഇന്ന് കൂടുതലായി സപ്ലൈകോയ്ക്ക് സിവിൽ സപ്ലൈസ് വകുപ്പിന് കൂടുതലായി അനുവദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ അനുമതി മന്ത്രിസഭാ യോഗം നൽകിയിട്ടുള്ളത്. 13 ഇന സബ്സിഡി സാധനങ്ങളുടെ വിലയാണ് വർദ്ധിക്കുക. നേരത്തെ പൊതുവിപണിയിൽ നിന്നുള്ള വിലയേക്കാൾ 55% സബ്സിഡി നിരക്കിലാണ് സപ്ലൈകോയിൽ ഈ 13 ഇന സബ്സിഡി സാധനങ്ങളുടെ വില. ആ നിലയിലാണ് ഈ സബ്സിഡി സാധനങ്ങൾ നൽകിയിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഈ വില വർദ്ധിപ്പിക്കാൻ അനുമതി ലഭിച്ചതോടുകൂടി ഇനി പരമാവധി സബ്സിഡി ഈ വിലയുടെ 35% മാത്രമായിരിക്കും എന്നുള്ളതാണ്. ഭക്ഷ്യവകുപ്പ് നേരത്തെ തന്നെ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം ഈ നിർദ്ദേശം അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ 55% വരെ സാധാരണ ജനങ്ങൾക്ക് ഈ സബ്സിഡി വഴി 55% സബ്സിഡിയാണ് നൽകിയിരുന്നത്. ഇനിയിപ്പോൾ 35% സബ്സിഡി മാത്രമാണ് ലഭിക്കുക. 7.5 വർഷത്തിന് ശേഷം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന ഘട്ടത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇതുവരെയും അത്തരത്തിൽ ഈ സബ്സിഡി നിരക്കിൽ വർധന ഉണ്ടായിട്ടില്ല. നേരത്തെ ഈ 7.5 വർഷത്തിന് മുൻപ് എന്താണോ ഈ ഈ സബ്സിഡി നിരക്കിൽ കൊടുത്തിരുന്ന സാധനങ്ങളുടെ വില, ആ നിരക്കിൽ തന്നെയാണ് ഇപ്പോഴും നൽകുന്നത്. ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇതിൽ 55% വരെ സബ്സിഡിയാണ് സപ്ലൈകോ നൽകിയിരുന്നത്. ഇനി മുതൽ ഇത് 35%-ആയി കുറയുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. നവംബറിൽ തന്നെ ഈ വില കൂട്ടാൻ LDF തീരുമാനമെടുത്തിരുന്നു. പക്ഷേ വിദഗ്ധ സമിതി ശുപാർശ പ്രകാരമാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ മന്ത്രിസഭാ യോഗം ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തൂരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയ അരി, കുറുവ അരി, മട്ട അരി, പച്ചരി തുടങ്ങിയ സാധനങ്ങൾക്കെല്ലാം തന്നെ ഇനി ഈ നിലയിൽ സപ്ലൈകോയിൽ വില വർധന ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. 13 ഇനം, അതായത് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വിതരണം ചെയ്തിരുന്ന 13 ഇനങ്ങൾക്കാണ് ഇനി മുതൽ ഈ നിരക്കിൽ, അതായത് 35% വരെ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വിൽപ്പന നടത്തുക. ആതിര. ശരി കമലേഷ്, സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ അനുമതി. 13 സബ്സിഡി സാധനങ്ങളുടെ വിലയാണ് വർദ്ധിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കമലേഷ് തെക്കേക്കാട്. മറ്റു വാർത്തകൾ നോക്കാം. ദുരന്ത നിവാരണത്തിനും വയോജനക്ഷേമത്തിനും മുൻഗണന നൽകുന്ന തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചു. മേയർ ആര്യ രാജേന്ദ്രൻ